ഹലോ. അപ്പോൾ ഇന്നത് വെറൈറ്റി ഡിഷാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഞാൻ കപ്പ ഇതൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനേക്കുള്ള കൂട്ടാണിത്. ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്. വെന്ത കപ്പ ഞാൻ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തു. ഒന്ന് നന്നായി ഉടച്ചിട്ട് അതിലേക്ക് ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ഒരു അരവ് അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചു. നമ്മൾ കപ്പ എത്ര എടുക്കുന്നു അതിനനുസരിച്ച് നമ്മൾ ഒരു കൈയളവിനുള്ള തേങ്ങാപ്പാൽ എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനൊരു 1.5 മുറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് അതിലേക്ക് വറവിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ടു. പിന്നെ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് നമ്മൾ അതിലേക്ക് വറവിട്ടു. അപ്പം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. കേട്ടിട്ടുണ്ട് പാൽക്കപ്പ ചിക്കൻ കറിന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ വറവ് അതിലേക്ക് ചേർക്കാൻ വേണ്ടി പോവാണ്. നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ കപ്പ കിടന്ന് ഇങ്ങനെ കുറച്ച് നേരം വെന്തിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു വറവ് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം തന്നെ ഇപ്പം തന്നെ എനിക്കിങ്ങനെ വായിൽ വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം അതിലേക്കുള്ള ചിക്കൻ കറി ഞാനിവിടെ ഓൾറെഡി ചിക്കൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മളെ പച്ച വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ അത് റെഡിയാക്കി. അപ്പം നമ്മളെ ഈ പാൽക്കപ്പയും പിന്നെ ഈ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അഹിമോന് വരെ ഇഷ്ടപ്പെട്ടു. അപ്പം നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ കഴിക്കട്ടെ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.